ഇത് ലജ്ജാകരമായ പരാജയം. പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പുതുമുഖങ്ങൾ വരണം. CPMB സന്തോഷ് കുമാർ. പിണറായി പ്രതിപക്ഷ നേതാവാകണ്ട, CPക്ക് അതൃപ്തി, പുതിയ ആളുകൾ വരട്ടെ എന്ന സന്തോഷ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFന് നേരിടേണ്ടി വന്നത് ലജ്ജാകരമായ പരാജയമെന്ന CPMB സന്തോഷ് കുമാർ. പാർട്ടിയെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് പുതുമുഖങ്ങളായിരിക്കണമെന്നും പ്രതിപക്ഷ നേതാവായി പിണറായിക്ക് പകരം പുതുമുഖം വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു MB. കാരണം എന്തു തന്നെയായാലും ഫലമാണ്. ഞങ്ങൾ പരാജയപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് അപമാനകരവും ലജ്ജാകരവുമായ പരാജയമാണ്. ഇതിനു പിന്നിൽ പല ഘടകങ്ങളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനം ഒരു തരത്തിൽ മികച്ചതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അവ പരിഹരിക്കാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഇടതുപക്ഷം ഇപ്പോൾ ഗൗരവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതേസമയം തന്നെ ഇത്ര വലിയ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പുതിയ മുഖങ്ങൾ വരണമെന്നാണ് എന്റെ അഭിപ്രായം. പ്രതിപക്ഷത്തേക്ക് പുതിയ നേതാക്കൾ വരണം, പുതിയ പ്രതിപക്ഷ നേതാവ് വരണം. പ്രതിപക്ഷ നേതാവ് CPMന്റെ ഭാഗത്തു നിന്നും ഉപപ്രതിപക്ഷ നേതാവ് CPയിൽ നിന്നായിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാവിയിലേക്ക് വേണ്ടി കൃത്യമായ ആസൂത്രണം ഉണ്ടാവേണ്ടതുണ്ട്. LDFന്റെ നേതാക്കന്മാർക്കും അണികൾക്കുമെല്ലാം ഇപ്പോഴത്തെ ഈ സാഹചര്യം വേഗത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലേറ്റ വമ്പൻ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനോട് CPI കേന്ദ്രങ്ങളിൽ എതിർപ്പ് തന്നെയാണ്. പകരം പുതിയ മുഖങ്ങൾ പ്രതിപക്ഷത്തെ നയിക്കണമെന്നാണ് CPI നിലപാട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയൻ വേണ്ടെന്ന അഭിപ്രായം തന്നെയാണ് യോഗങ്ങളിൽ ഉണ്ടായത്. നേതൃസ്ഥാനത്തേക്ക് പുതിയ ആളെ നിയോഗിക്കണം. പിണറായി ശൈലി തോൽവിക്ക് ആക്കം കൂട്ടിയെന്നും വിമർശനം ഉയർന്നു. ഇത്രത്തോളം വലിയ തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. ഇതൊരു പരാജയമാണ്, അതിന് വേറൊരു പേരില്ല. അങ്ങനെ സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കളമൊഴിഞ്ഞു പോകുന്നില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. ഞങ്ങൾ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കും, എവിടെയാണ് വീഴ്ചയുണ്ടായതെന്ന് പരിശോധിക്കും, മാറ്റങ്ങൾ വരുത്തും, തിരുത്തലുകൾ വരുത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയന് പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചത്. പരാജയത്തിന്റെ പേരിൽ ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ലെന്നും ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായമുയർന്നു. പിണറായിക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റൊരു പേര് പരിഗണിക്കും. പ്രതിപക്ഷ ഉപനേതാവായി KN ബാലഗോപാൽ വരാനും സാധ്യതയുണ്ട്.